എന്റെ കാര്യങ്ങൾ പോയി വീട്ടിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് ഞാൻ മോന്റെ അടുത്ത് പോയായിരുന്നു അമേരിക്കയിലെ. അവിടെ സ്റ്റക്കപ്പ് ആയി 4.5 മാസം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഒരു വർഷത്തോളം ഒന്നും ചെയ്യാനില്ല. വെളിയിലും ഇറങ്ങാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക എന്നുള്ളത്. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങ് ആയി. ആ സമയത്താണ് ഞാൻ സച്ചിൻ സാറിന്റെ ക്ലാസ് അവിടെ വെച്ച് ഉം. US വെച്ച് ഇതെല്ലാം കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വരയ്ക്കാൻ 2-3 മാസം അവിടെ നിന്ന് വരയായിരുന്നു. വരച്ചു പഠിച്ചു. എനിക്ക് അന്നേരം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം നടന്നില്ല. പിന്നെ ഇങ്ങ് പോരുന്നു. നാട്ടിൽ വന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഒരാകപ്പാടൊരു ഡിപ്രഷൻ പറയാം. മക്കളെല്ലാം പോയി. ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയില് മനസ്സിലായി. ആ ഒരു കാലയളവെന്ന് പറഞ്ഞാലേ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഉം. ആ കൊറോണ വന്നതോടുകൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാറിന്റെ പിന്നെയും ഇത് കണ്ടത്. ഇത് കണ്ടത്. പിന്നെ ഞാൻ ജോയിൻ ചെയ്തു. ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് പിന്നെ എന്തോ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ലക്ഷണത്തിൽ. ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം എനിക്കറിയാം പിള്ളേരൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പം വൈറ്റമിൻ ഡിയുടെ കുറവാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇപ്പം വൈറ്റമിൻ ഡി കുറവൊന്നും അല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ്. ഈ കോൺസെൻട്രേഷൻ കിട്ടി. വരയ്ക്കാനൊക്കെ ചെയ്തു. പിന്നെ അവർക്ക് മനസ്സിലായി എന്റെ ഡിഫറൻസ്. എന്റെ നേരത്തെ ഇരുന്നതും ഇപ്പോഴുള്ള അതായിട്ടുള്ള ഭയങ്കര വ്യത്യാസം പിള്ളേർക്ക് വളരെ സന്തോഷമായി. ഇപ്പൊ ഞാൻ ആ സന്തോഷത്തിലങ്ങനെ നിൽക്കുക. പിന്നെ എല്ലാം ഇങ്ങനെ കലങ്ങി മറിഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷെ ഐ ക്യാൻ. സാർ ഇന്നലെ പറഞ്ഞ പോലെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ്. ഞാൻ ഒത്തിരി ചേഞ്ച് ആയി. കാരണം എനിക്കിപ്പോ ആരെന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നും ഒന്നും നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. എന്റെ വീട്ടിൽ തന്നെ എന്റെ ഈ സ്വന്തം വീട്ടിൽ തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു. കാരണം ഒത്തിരി ഒക്കെ ക്ഷമിക്കാൻ പറ്റും. ഇതൊന്നും സാരമില്ല, ഇതൊന്നും കുഴപ്പമില്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഒന്നും അല്ല എന്നുള്ള മനസ്സിലാക്കി ആ ഒരു 21 ഡേയ്സ് PPP ഉം. ഉണ്ടല്ലോ. അതെ, അതെ. അത് ആ ഒരു ചലഞ്ച് അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം ഇപ്പൊ ഒന്നുമില്ല, അങ്ങനൊന്നും ഇല്ല. കാരണം ഇതൊന്നും ഒന്നുമല്ല. നമ്മൾക്ക് ജീവിക്കണം. പിന്നെ ഇത് നെഗറ്റീവ് തോട്ട്സ് ഒന്നും വന്നിട്ട് കാര്യമില്ല. അത് നമ്മളെ തന്നെ നശിപ്പിക്കത്തുള്ളൂ എന്ന് മനസ്സിലായി. കാരണം എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുക. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ റിലേഷൻഷിപ്പിൽ പോലും ഞാൻ പറയുക എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നു. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ ഭയങ്കര ഞാൻ തന്നെ മറ്റേത് അവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഞാൻ രണ്ട് പറയാൻ ഇങ്ങനെ നിൽക്കുവായിരുന്നു. മനസ്സിലായി. അതൊന്നുമല്ല. ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി. എനിക്ക് തന്നെ പറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ തന്നെ വിചാരിച്ചാലേ ഒരുപാട് കാര്യം നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആക്കി തീർക്കാൻ പറ്റും. കാരണം എനിക്കിതിപ്പം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്നൊരു ആഗ്രഹം. എനിക്ക് എന്നെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാനും എന്നെ തന്നെ ഒന്ന് മാറ്റിമറിക്കാൻ സാധിച്ചു. അപ്പൊ ഇതിനെല്ലാം ഞാൻ സാറിന് നന്ദി പറയുന്നു. വളരെ പറഞ്ഞില്ലേ ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും സാർ. കാരണം താങ്ക് യു. കുറച്ചുപേരുടെ മനസ്സെങ്ങനെ തണുപ്പിക്കാൻ സാറിനെ കൊണ്ട് സാധിച്ചു. അതെനിക്കൊരു വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ തന്നെ പറയും. ഇതിനൊരു പ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ നോക്കിയിടത്തോളം എല്ലാവർക്കും പ്രായ വ്യത്യാസമന്യേ എല്ലാവർക്കും പിള്ളേർ മുതൽ ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ. കാരണം ഇതിൽ നിന്ന് ഒരുപാട് നമ്മളൊരു പ്രാർത്ഥന പോലാണിത്. കാരണം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഡ്രോയിങ്ങിലെ ഒത്തിരി കോൺസെൻട്രേഷൻ കിട്ടാനും നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണിത്. അപ്പൊ ഏത് പ്രായത്തിലുള്ളവർക്കും മീൻസ് 70 വയസ്സായാലും എനിക്ക് 71 വയസ്സുണ്ട്. എനിക്കിപ്പം ഇതിൽ വരയ്ക്കാൻ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസം എനിക്കുണ്ട്. ഒരുപാട്. കാരണം ഇനിയിപ്പോ എനിക്ക് കുറച്ച് നാളങ്ങ് ജീവിക്കണം എന്നാഗ്രഹം. മരിച്ചു പോരുന്നൊരാജ്ഞി. ഇത്തിരികൂടെയൊക്കെ പഠിക്കണം. എനിക്കറിയാം കണ്ണ് കാണുന്നില്ല. കണ്ണ് വളരെ പ്രയാസപ്പെട്ട് ചിലപ്പോൾ നോക്കിയൊക്കെ ചെയ്യുന്നു. എന്റെ 2 മാസം പോയി കണ്ണാടിയൊക്കെ മാറി. എപ്പോഴും ആര് പറഞ്ഞു എനിക്ക് 80 വയസ്സുണ്ട് ആൾക്കാരുടെ ആ കാഴ്ചശക്തിയാണ് പറയാം. ഇത്രയായെന്ന് പറഞ്ഞു. അതായിരിക്കും. പക്ഷെ അതൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴും ഒരു ഒരു എത്ര 25 വയസ്സുള്ള പ്രായം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ആ ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമുക്ക് കുറച്ചുകൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളതായ സ്റ്റാൻഡ് എടുക്കുക. കാരണം നമുക്ക് പ്രായത്തെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കഴിവുകൾ നമ്മളിലുള്ള കഴിവുകൾ നമുക്ക് ഏത് സ്ഥിതിയിലായാലും നമുക്കത് പുറത്തെടുത്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. എനിക്ക് ജീവിതം കുറച്ചൊക്കെ ഉള്ളല്ലോ, കുറച്ചു കാലമൊക്കെ ഉള്ളല്ലോ. ആ സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള ഡ്രോയിങ്, നമ്മുടെ കലാപരമായി നമുക്ക് ഏതിലാണ് താല്പര്യം എന്നുള്ളത് അത് ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കുക. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയായ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോൺഫിഡൻസ് അച്ചീവർ റിവാർഡ് കരസ്ഥമാക്കി നമ്മോടൊപ്പം മേരി മാം ഉണ്ട്. മേരി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയമണ്ട് മെമ്പർ കൂടിയാണ്. നമുക്ക് 3 ലെവൽ മെമ്പർഷിപ്പാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനുള്ളത്. സിൽവർ, ഗോൾഡ്, ഡയമണ്ട്. അതിൽ സിൽവർ മെമ്പർഷിപ്പിൽ നമുക്ക് ഡ്രോയിങ്ങിൻ്റെ കോഴ്സുകളാണ് വരുന്നത്. ഗോൾഡിൽ പെയിൻറ്റിങ്ങിൻ്റെ കോഴ്സുകളും, ഡയമണ്ട് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള 1 ഇയർ മെൻറ്റർഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം എല്ലാ കോഴ്സിൻ്റെ ആക്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കുറേ കൂടി ഹാൻഡ് ഹോൾഡിങ് ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റവും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്
ഒരു ഫാസ്റ്റ് ട്രാക്കിൽ ആർട്ടിൽ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് മേരി മാം ഉള്ളത്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പം ആദ്യം ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? ഒപ്പം എവിടെ മുതലാണ് ആർട്ട് ചിത്രകലയിലേക്ക് വന്നത് എന്നുള്ള വിശേഷം കൂടി പറഞ്ഞോളൂ. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് 4 മക്കൾ, 2 ആണും 2 പെണ്ണുമാണ്. മൂത്ത മോന് അമേരിക്കയിലാണ്, അവന് ഫേസ്ബുക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവന് രണ്ടാമത്തെ മോള് PhD, പുള്ളിക്കാരത്തി സൈക്കോളജി ജെയിൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ മോൻ എറണാകുളത്തുണ്ട്. 4മത്തെ മോള് ഓസ്ട്രേലിയയിൽ. എല്ലാവരും ഐറ്റിക്കാരാ, എല്ലാം പഠിപ്പിസ്റ്റുകളാണ് എല്ലാവരും, കുഴപ്പമില്ല. ആ മാം പിന്നെ എപ്പം മുതൽ ചിത്രകലയിലേക്ക് വന്നേ? എപ്പം മുതൽ വരച്ചു തുടങ്ങി? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് ഞാൻ ബോട്ടണി ആയിരുന്നു. ആ സമയത്ത് പഠിക്കാൻ പിന്നെ വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ എൻ്റെ പടങ്ങളെല്ലാം വരയ്ക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അന്ന് മുതലേ തുടങ്ങിയതാ വരയൊക്കെ. പക്ഷെ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ് ഇത്, പിന്നെ വരയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പിന്നെ കലാപരമായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കൂടെ. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞു, പിന്നെ ഗൾഫിൽ പോയി ജോലിക്ക്, കുവൈറ്റിൽ പോയി. അവിടെ ചെന്നു ഇതെല്ലാം മാറി, സ്ഥിതിയെല്ലാം മാറി. പക്ഷെ ഇതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ വരയ്ക്കാനോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളായി, പിന്നെ കുടുംബപരമായിട്ട് അങ്ങനെ പോയി. പക്ഷെ അതിനിടയ്ക്ക് കൂടെ എനിക്ക് ഇതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കീബോർഡൊക്കെ പഠിക്കാനൊക്കെ പോയി. അതൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. പിന്നെ നാട്ടിൽ വെച്ച് തന്നെ പാട്ടൊക്കെ പഠിക്കുമായിരുന്നു. 3 വർഷം പിന്നെ ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക് പഠിച്ചായിരുന്നു. 3 വർഷം പഠിച്ചായിരുന്നു. അങ്ങനെ എല്ലാത്തിനും തൊട്ടിട്ടുണ്ട്, എല്ലാത്തിനും ഉണ്ട്, കുറേശ്ശെ ഉണ്ട്. കുവൈറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതൊക്കെ മടക്കി വെക്കേണ്ട ഒരു സംഗതിയാണ്. ജോലി കാര്യങ്ങളും മക്കളെ വളർത്തും അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി. പിന്നെ 90-ലെ ഒരു യുദ്ധം വന്നല്ലോ, കുവൈറ്റ് ഇൻവേഷൻ ടൈമല്ലേ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വരേണ്ടി. ആ സമയത്ത് ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ അപ്പോഴും ഞാൻ അടങ്ങിയിരുന്നില്ല. ഫോട്ടോഷോപ്പും ഇലിസ്ട്രേറ്ററും 3D മാക്സും ഒക്കെ പഠിച്ചു. പിന്നെ ഫാഷൻ ഡിസൈനിങ് അവളെ സമയമെല്ലാം പഠിച്ചു. കുഞ്ഞുങ്ങളും പിള്ളേരെല്ലാം ഇവിടെ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് കുവൈറ്റിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് 2000-ലാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ MSc സൈക്കോളജി ചെയ്തു, അണ്ണാമല യൂണിവേഴ്സിറ്റി കറസ്പോണ്ടൻസ് കോഴ്സ് ചെയ്തു. അപ്പൊ പിന്നെ മക്കളെ പഠിച്ചു, ജോലിയായി, പിള്ളേർ കല്യാണമായി. ഇങ്ങനെയായി. ഇപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ചെടി വളർത്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ മുതൽ എനിക്ക് ഭയങ്കര പൂവും ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ. അപ്പം ഇഷ്ടം പോലെ ചെടിയായി, അതിനോടായി ഡൈവേർട്ട് ചെയ്തു. അങ്ങനെ സമയം പോക്കാനായിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ആവശ്യമില്ലാതെ അങ്ങനെ നല്ല സമയമല്ല. കുക്കിംഗ് എല്ലാം പരീക്ഷണങ്ങളാണ്, എല്ലാത്തിലും ഉണ്ട്. എല്ലാ സംഗതികളും ഇങ്ങനെ കുറേശ്ശെ ഉണ്ട്. ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. എല്ലാത്തിലും ഉണ്ട്, ഒന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഞാൻ പിള്ളേരെയൊക്കെ വളർത്തി, പിള്ളേരെല്ലാം സെറ്റിലായി, എല്ലാവരും എല്ലാം പഠിപ്പിച്ചതാണ്. നല്ല പിന്നെ കാര്യങ്ങൾ പോയി. വീട്ടിലിരുന്ന് പുറത്ത് കഴിഞ്ഞപ്പോൾ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് ഞാൻ മോൻ്റെ അടുത്ത് പോയായിരുന്നു, അമേരിക്കയിലെ. അവിടെ സ്റ്റക്കപ്പായി 4.5 മാസം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിന്നെ 1 വർഷത്തോളം ഒന്നും ചെയ്യാനില്ലാതെ, വെളിയിലും ഇറങ്ങാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു വീട്ടിൽ നിന്ന് കുത്തിയിരിക്കുക എന്നുള്ളത്. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങ് ആയി. ആ സമയത്താണ് ഞാൻ സച്ചിൻ സാറിന്റെ ക്ലാസ് അവിടെ വെച്ച്, US വെച്ച്, ഇതെല്ലാം കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വരയ്ക്കാൻ 2-3 മാസം അവിടെ നിന്ന് വരയായിരുന്നു. വരച്ചു, പഠിച്ചു. എനിക്ക് അന്നേരം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം നടന്നില്ല. പിന്നെ ഇങ്ങ് പോരുന്നു, നാട്ടിൽ വന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഒരാപ്പാടൊരു ഡിപ്രഷൻ പറയാം. മക്കളെല്ലാം പോയി, ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ മനസ്സിലായി. ആ ഒരു കാലയളവ് എന്ന് പറഞ്ഞാലേ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല, കൊറോണ വന്നതോടുകൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാറിന്റെ പിന്നെയും ഇത് കണ്ടത്. പിന്നെ ഞാൻ ജോയിൻ ചെയ്തു, ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് പിന്നെ എന്തോ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ലക്ഷണത്തിൽ ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം എനിക്കറിയാം, പിള്ളേരൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പം വൈറ്റമിൻ ഡിയുടെ കുറവാന്നൊക്കെ പറഞ്ഞു. ഇപ്പം വൈറ്റമിൻ ഡി കുറവൊക്കെ ഒന്നും അല്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്.
വളരെ സന്തോഷത്തിലാണ്. ഈ ഇത് കോൺസെൻട്രേഷൻ കിട്ടി വരയ്ക്കാനൊക്കെ ചെയ്തു. പിന്നെ പലതും ഇങ്ങനെ ഇപ്പം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം എങ്ങോട്ട് മുമ്പോട്ട് പോണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അതിനിപ്പം ഒരു കോൺഫിഡൻസ് സാറുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പം എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം എനിക്കിപ്പോഴും. കാരണം പ്രായവുമായി. പിള്ളേരൊക്കെ പറയുന്നത് അമ്മമ്മി തന്നെ ചെയ്യും. അവരുടെ വിചാരം എപ്പോഴും ഞാൻ പണ്ടത്തെ പോലെ ഞാൻ തന്നെ ചെയ്തോളും എന്നുള്ളതല്ല. ഉം. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി മീൻസ് ഇല്ല, അത് സമ്മതിക്കണം. അപ്പൊ ഇങ്ങനെ അത് എല്ലാവർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നത്. ഒരാൾ സപ്പോർട്ട് ഉണ്ട്. അവരുടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മമ്മിക്ക് ചെയ്തുകൂടെ, മമ്മി ചെയ്യേ, പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ കുഴപ്പമില്ല, അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിള്ളേരെല്ലാം വളരെ, അവർക്ക് മനസ്സിലായി എൻ്റെ ഡിഫറൻസ്. എൻ്റെ നേരത്തെ ഇരുന്നതും ഇപ്പോഴുള്ള അതായിട്ടുള്ള ഭയങ്കര വ്യത്യാസം പിള്ളേർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഇപ്പൊ ഞാൻ ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ എല്ലാം ഇങ്ങനെ കലങ്ങി മറിഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ തുടങ്ങണമെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷെ ഐ ക്യാൻ, സാർ പറഞ്ഞ പോലെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ്. ഇതിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ആദ്യം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വരയ്ക്കാം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും എല്ലാവരും വരുന്നുണ്ടായിരിക്കുക. പതിയെ ക്ലാസ്സിലോട്ട് വന്ന് ചിത്രങ്ങൾ വരച്ച് നമ്മുടെ വീക്ക്ലി മീറ്റിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് വര കഴിഞ്ഞ് അടുത്തത് എന്താന്നൊരു ചിന്ത ചിലപ്പോൾ വരുമായിരിക്കും. കുറേ സ്റ്റുഡൻസ് അവർ അച്ചീവ്മെൻ്റ് എടുക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ ഒരു മോട്ടിവേഷനും എൻ്റെ എഫേർട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ചിന്തകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറേ പഠിക്കാനുണ്ട്, കുറേ പഠിച്ചു കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ് ഉണ്ടെന്ന് തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ പതിയെ അതിലോട്ട് വരും. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഒരുപോലെ കെയർ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മാമിനെ പോലെ വയസ്സായ ഒരുപാട് പേരുണ്ട്. വയസ്സായി ഉദ്ദേശിക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ്. നമ്മളൊക്കെ വീട്ടിലൊക്കെ ഒരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ വിചാരിക്കും നമുക്ക് എല്ലാം അറിയാം, എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ടെക്നിക്കൽ കാര്യങ്ങളാണെങ്കിൽ ഇത്രയും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ശരിക്കും എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പ്രായമായിട്ടുള്ള സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെ ലൈക്ക് ചെയ്യുന്നത്, സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാവരെയും കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കറക്റ്റ് വീഡിയോ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മാമിന് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ മൊബൈൽ ആപ്പിനാണെങ്കിൽ, അല്ല നമ്മുടെ വെബ്സൈറ്റിനാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അയച്ചു തരുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നെനിക്ക് മനസ്സിലായി. അതിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ഡയമണ്ട് മെമ്പർഷിപ്പിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിനെ കുറിച്ച്, കാരണം സൂം എങ്ങനെ യൂസ് ചെയ്യണം, ഒരു ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു അസറ്റാണ്. നമുക്ക് ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും, ഈവൻ നമുക്ക് കൊച്ചുമക്കളൊക്കെ ആയിട്ട് സംസാരിക്കണമെങ്കിൽ യൂസ് ചെയ്യാം, ഒരു ആർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഓൺലൈനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, വർക്ക്ഷോപ്പ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അത് ബേസിക്സ് മുതൽ പഠിപ്പിച്ചു കൊടുക്കുക. അത് ഒരു ഇൻട്രാക്റ്റീവായിട്ട് അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഡയമണ്ട് മെമ്പർഷിപ്പിൻ്റെ ആദ്യത്തെ ഒരു 3 മാസം എനിക്ക് ഇതുപോലെ ഒരുപാട് പേരിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആ സിലബസ്, ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഒരാൾ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കാതെ, അവർക്കൊന്നും അറിയില്ല എന്നങ്ങ് വിചാരിച്ച് എല്ലാം എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചെടുക്കുമ്പോൾ റിസൾട്ട് വരും. ഈവൻ അറിയുന്ന ആണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഡേ കണക്ട് ചെയ്ത് അത് വലിയ റിസൾട്ടിലോട്ട് പോകും. അപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഡയമണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഫീല്? 3 മാസം, ഇപ്പം ഏകദേശം 3 മാസം കഴിഞ്ഞു. 3 മാസം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവ് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി 3 മാസം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടം, ആ ഒരു 3 മാസം, അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഒത്തിരി ചേഞ്ച് ആയി. കാരണം എനിക്കിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നും, ഒന്നും നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ ഈ സ്വന്തം വീട്ടിൽ തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ, സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു. കാരണം ഒത്തിരി ക്ഷമിക്കാൻ പറ്റി. ഇതൊന്നും സാരമില്ല, ഇതൊന്നും കുഴപ്പമില്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട്, ഇതൊക്കെ ഒന്നും അല്ല എന്നുള്ള മനസ്സിലാക്കി. ആ ഒരു 21 ഡേയ്സ് PPP ഉം. ഉണ്ടല്ലോ, അതെ, അതെ. അത് ആ ഒരു ചലഞ്ച് അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം ഇപ്പൊ ഒന്നുമില്ല, അങ്ങനൊന്നും ഇല്ല. കാരണം ഇതൊന്നും ഒന്നുമല്ല. നമ്മൾക്ക് ജീവിക്കണം. പിന്നെ ഇത് നെഗറ്റീവ് തോട്ട്സ് ഒന്നും വന്നിട്ട് കാര്യമില്ല. അത് നമ്മളെ തന്നെ നശിപ്പിക്കത്തുള്ളൂ എന്ന് മനസ്സിലായി. കാരണം എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ റിലേഷൻഷിപ്പിൽ പോലും ഞാൻ പറയുക, എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉം. ഭയങ്കര സ്നേഹത്തിലൊക്കെ, ഭയങ്കര ഞാൻ തന്നെ മറ്റേത് അവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഞാൻ രണ്ട് പറയാൻ ഇങ്ങനെ നിൽക്കുവായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി, എനിക്ക് തന്നെ പറ്റും.
കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചാലേ ഒരുപാട് കാര്യം നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആക്കി തീർക്കാൻ പറ്റും. കാരണം എനിക്കിതിപ്പം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്നൊരു ആഗ്രഹം. ഉം. കാരണം ഇതെനിക്കൊരു പണ്ട് മുതലേ ഉണ്ട്. എനിക്കൊരു ഒരു ക്ലാസ് എടുക്കണം, എല്ലാവർക്കും ഒരു പ്രസംഗിക്കണം, അങ്ങനെ പള്ളിയിൽ പ്രസംഗിക്കണം, അത് വേണം ഇത് വേണം, സേവ്യ സംഘത്തിലൊക്കെ. പക്ഷെ എനിക്കൊരു സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇതൊന്നും കൂടെ സാധിക്കുന്നില്ല. കാരണം എന്നിൽ തന്നെ ഞാൻ അങ്ങ് ഒതുങ്ങി ഒരു അതെ. ഇൻട്രോവേർട്ട് പോലെ ആയിപ്പോയി. കാരണം നിങ്ങളുടെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴും ഇപ്പൊ എനിക്ക് ഇപ്പൊ വിചാരിക്കും എനിക്കിനിയിപ്പോ ഒരു വർഷത്തിനകം മുമ്പൊക്കെ ചെയ്യും. എനിക്ക് എന്നെ പോലെ വിഷമിക്കുന്നവരും പ്രായമായവരും ഒക്കെ ഉണ്ട്. അവർക്കൊരു ഒരു ക്ലാസ് എടുക്കാനും അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അത് കേട്ടു ഇത് കേട്ടു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മളെ തന്നെ നശിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്ന അറിയത്തില്ല. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി അവർക്കൊരു ഒരു വാക്ക് മതിയായിരിക്കും. ചിലപ്പോൾ ഒരു സമയത്ത് ഒരു വാക്ക് കിട്ടിയാൽ അവര് ആ ജീവിതം തിരിച്ചു വരാനായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. കാരണം അതാണ് നല്ലത്. അപ്പൊ ഈ 21 ഡേയ്സ് ഞാൻ അന്നൊരു ചലഞ്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എഴുതേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ വെറും തമാശയായിട്ട് ഞാൻ എടുത്തു. പക്ഷെ അതല്ല. എനിക്ക് എന്നെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാനും എന്നെ തന്നെ ഒന്ന് മാറ്റിമറിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇതിനെല്ലാം ഞാൻ സാറിന് നന്ദി പറയുന്നു. വളരെ പറഞ്ഞില്ലേ ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും സാർ. കാരണം താങ്ക് യു. ഈ കൊച്ചുപേരുടെ മനസ്സിങ്ങനെ തണുപ്പിക്കാൻ സാറിനെ കൊണ്ട് സാധിച്ചു. അതെനിക്കൊരു വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ തന്നെ പറയാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വർഷങ്ങളായല്ലോ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ. അപ്പോൾ ഇതിൻ്റെ സക്സസ്സും ഇതിൻ്റെ തോൽവിയും എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു ബെസ്റ്റ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ എല്ലാ സ്ഥലത്തു നിന്ന് കിട്ടും. ഇപ്പോൾ സൂം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, ഒരു ക്ലാസ് എങ്ങനെ നടത്താം, അല്ലെങ്കിൽ ഒരു ആർട്ട് സ്കൂൾ എങ്ങനെ റൺ ചെയ്യും, ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. കാരണം നമ്മുടെ ലൈഫിലുണ്ടായ ഒരുപാട് എക്സ്പീരിയൻസുകൾ, നെഗറ്റീവായിട്ടുള്ള കുറേ തോട്ട്സുകൾ, മെയിനായിട്ട് നമ്മുടെ മനസ്സ് തന്നെയാണ് അതിലിങ്ങനെ ഇങ്ങനെ വലിക്കും. കാരണം നമ്മുടെ മനസ്സിന് സെയിം സിറ്റുവേഷനിൽ ഇരിക്കാനാണ് താല്പര്യം. പ്രശ്നങ്ങളൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ ട്രെയിനിങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോക്കസ് കൊടുത്തത് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കുന്നതിലല്ല. ശരിക്കും ആ മൈൻഡ് സെറ്റ് മാറാതെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ ഡയമണ്ട് മെമ്പർഷിപ്പിലെ മെമ്പേഴ്സിനെ ഞാൻ ആദ്യം ചെയ്തത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയത് അഭിരാമിയുടെ കാര്യം അറിയാമല്ലോ. അഭിരാമി അറിയാം, വന്ന സമയത്ത് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത്, വീട്ടിൽ അറിയാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓൾറെഡി മാറി നിൽക്കുകയാണ് വേറെ വീട്ടിലോട്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് അത്രയും വലിയൊരു ഫീസ്, ചെറിയ ഫീസല്ല ഡയമണ്ട് മെമ്പർഷിപ്പ്, അറിയാം. അത്ര വലിയ ഫീസ് മാല പണയം വെച്ചാണ് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ക്ലാസ്സിൽ വന്ന് മൈൻഡെല്ലാം കഴുകിയെടുക്കാന്ന് പറയും, റിഫൈൻ ചെയ്തെടുത്ത് ഇപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് മാസം ചെറിയൊരു എമൗണ്ട് സമ്പാദിക്കുന്ന രീതിയിൽ ഡേ 1 മുതൽ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വെറുതെ ഒരു കാര്യം അനൗൺസ് ചെയ്ത് വിജയിക്കാതിരിക്കുകയല്ല. ഒരു ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഡേ 1 മുതൽ സ്റ്റുഡൻസിൻ്റെ നിന്ന് ഫീസ് വാങ്ങിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആലോചിച്ച് മനസ്സിലാവും. ഇത് പ്യൂർലി സ്കിൽ സെറ്റിൻ്റെ അല്ല, ഇത് മൈൻഡ് സെറ്റിൻ്റെയാണ്. അഭിരാമിക്ക് ഓൾറെഡി സ്കിൽ സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കാനോ എന്തൊക്കെയോ ഒരു തടസ്സം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ PPP ചലഞ്ച്. വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. PPP ചലഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 21 ഡേയ്സ് ചലഞ്ചാണ്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉള്ളവർക്ക് അത് വീണ്ടും നീണ്ടുപോകും. അപ്പോൾ മാം ഓൾറെഡി 2 തവണ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു തീരുമാനത്തിനെയും. കൂടാതെ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ എല്ലാ മെമ്പേഴ്സും കറക്റ്റായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും സ്റ്റുഡൻസ് സക്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ ക്രെഡിബിലിറ്റി മാത്രമല്ല, അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്, അവരതിലൂടെ കടന്നു പോകാനായിട്ട് സ്വയം വിട്ടുകൊടുക്കുന്നതുകൊണ്ട് മാത്രം. അല്ലാതെ ഞാൻ ഇതിലൂടെ പോവില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തടസ്സമാവും. പക്ഷേ ഡേ 1 മുതൽ നമ്മുടെ മെമ്പർഷിപ്പിൽ വന്ന ടൈം മുതൽ എല്ലാവരും, മാം അടക്കമുള്ള എല്ലാവരും നമ്മൾ പറയുന്നത് കേൾക്കാനും ഡിസ്കഷൻ വരാനും ആ ഒരു ഒഴുക്കിലൂടെ പോയതുകൊണ്ടാണ് കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ ആലോചിക്കാൻ മനസ്സിലായി ഒരു സർക്കിൾ അങ്ങ് കംപ്ലീറ്റ് ആക്കി. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലാരിറ്റി വരുത്തി തരാം. കൺഫ്യൂഷൻ എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്കും എൻ്റെ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും എനിക്കും നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഈ കൺഫ്യൂഷൻ സ്ഥിരമുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. കൺഫ്യൂഷൻ തന്നെ വിളിക്കേണ്ട, അതിൽ പ്രയോറിറ്റീസ് ആൻഡ് ഓപ്ഷൻസ് എന്നത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമുക്ക്
എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ മാമായിട്ടുള്ള മീറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പുറത്ത് അച്ഛൻ പരിപ്പോട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് സത്യം പറയുന്നത്, അവിടെ കട്ടിൽ വരിക്കുന്നത്, അത് വാങ്ങിച്ച് തിന്നാം, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാം, സിനിമയ്ക്ക് പോവാം, കാർ എടുത്ത് പുറത്ത് ഡ്രൈവ്, എൻ്റെ ചോയ്സാണ്. അപ്പം ഇത്രയും ഓപ്ഷനുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിലാണ് എല്ലാവരുടെയും ലൈഫിൻ്റെ സക്സസും ഫെയിലിയറും തീരുമാനിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണം. ഇത് ഈച്ച് ആൻഡ് എവറി ടൈം. ഇപ്പോൾ ഞാൻ ഈ വീക്കിലി മീറ്റിംഗ്, നമ്മുടെ ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, അപ്പം ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം. ഇതെല്ലാം ബേസ്ഡ് ഓൺ നമ്മുടെ പാഷൻ ആണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിപ്പിക്കുക, ആർട്ട് ചെയ്യുക, അത് കൂടുതൽ പഠിക്കുക, വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ പാഷൻ അല്ല എൻ്റെ പ്രൊഫഷനായ സമയത്ത് എനിക്ക് റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി റെസ്റ്റൊക്കെ എനിക്ക് ശരിക്കും ഭയങ്കര കുറവ്, പക്ഷേ എനർജറ്റിക് ആണ്. അതെനിക്ക് അറിയുന്നില്ല, എൻ്റെ പെയിൻ എനിക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ ഡയമണ്ട് ഓൺഷിപ്പിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഒരു സംഭവം കെടുക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഒരു വേർഡ് പറഞ്ഞല്ലോ, ഇതേപോലെ പ്രായമായിട്ടുള്ള ഒരുപാട് പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട് എന്നുള്ള തോട്ട് ഉണ്ടല്ലോ, ആ തോട്ട് വരെ ആ ഒരു സ്റ്റേജിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടിയത്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പം അത്തരത്തിൽ തോട്ടുകൾ വരുമ്പോൾ അത് റിഫൈൻ ചെയ്യുക. ഇതെങ്ങനെ ഒരു പ്രൊഡക്റ്റാക്കി സർവീസാക്കി മാറ്റാം. ചിലപ്പോൾ ഒരു ആർട്ട് ക്ലാസ് ആണോ, അല്ലെങ്കിൽ ഓൾറെഡി സൈക്കോളജി പഠിച്ചാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ട്രെയിനിങ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളെയാണോ പഠിപ്പിക്കേണ്ടത്, എൻ്റെ ഏജ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാം, പ്രായമായിട്ടുള്ളവരെയാണോ, അതൊക്കെ നമ്മുടെ പാഷൻ, നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും മേരി മാം ഇനി അങ്ങോട്ട് കടന്നു പോകാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. ഓൾറെഡി ടൂൾസിനെ കുറിച്ച് മനസ്സിലായി. അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കൊടുക്കണം എന്നുള്ള ചോദ്യം ഭയങ്കര ഈസിയാണ്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കാം, വർക്ക്ഷോപ്പുകൾ കൊടുക്കാം, ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൊടുക്കാം. ടൂളിനെ കുറിച്ച് നമുക്ക് ഇനി ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി മുതൽ നമ്മുടെ മനസ്സെന്താ പറയുന്നത്, ഈ ഒരു വർഷം നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് എന്ത് ചെയ്താലാണ് അങ്ങനെ ഇരിക്കുകയെന്ന് ചോദിക്കുക. കുറേ ഓപ്ഷൻ വരും, എക്സിബിഷൻസ് വരും. പിന്നെ എൻ്റെ അടുത്ത് ഒരു സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ബുക്ക് പബ്ലിഷ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, സാരിയിൽ ഓൾറെഡി ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോൾ കൊള്ളാമെന്ന് തോന്നുമായിരിക്കും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. അതിൽ ഇമോഷണലി നമ്മുടെ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം എന്താണോ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് ലോങ് ടൈമിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുക, അല്ലാതെ ഒരു വർഷം ചെയ്ത് സ്റ്റോപ്പ് ചെയ്യലല്ല. ഇതെനിക്ക് എൻ്റെ മരണം വരെ ചെയ്യണം. ഇപ്പം ഞാനുമാണെങ്കിലും എൻ്റെ ലൈഫ് ടൈം ക്ലാസ് ആണെന്ന് അറിയാമല്ലോ നമ്മുടെയൊക്കെ. അപ്പോൾ അതൊരു ഡിസിഷനാണ്, നമ്മളിത് ലോങ് ടൈമിൽ തന്നെ ചെയ്യുന്നത്. ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിൽക്കും, എത്ര ഇതിൻ്റെ അകത്ത് സീറോ എമൗണ്ട് ആണ് എനിക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഡിസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതേപോലെ ഒരു 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 സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. അഭിരാമിയും അഭിലാഷും ഒക്കെ ഏകദേശം ആ ഒരു ലെവലിൽ എത്തി. മേരിമാം ഇപ്പോഴും ചെറിയൊരു കൺഫ്യൂഷനോ ഉണ്ട്, കൺഫ്യൂഷൻ വിളിക്കേണ്ട, ആ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതാണ് കുഴപ്പം. ഏത് ഏരിയയിൽ കൂടി വേണമെങ്കിലും പോവാം. അപ്പം ഞാൻ പറയുന്നത് ഒരു 3 ദിവസം ഫുള്ള് ബ്രേക്ക് എടുക്കാം. റീക്രിയേഷൻ്റെ ഡേ എന്നാണ് അതിനെ വിളിക്കുക. ഒരു 3 ദിവസം ഫുള്ളായിട്ട് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. എന്നിട്ട് ഒരു നോട്ട്ബുക്ക് നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് എല്ലാം ചിന്തിക്കുക, എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിരുന്നത്, ജനിച്ച കാലം മുതലേ എന്തൊക്കെ സിറ്റുവേഷൻ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്തു, അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ സ്കിൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. സ്കിൽ ഫസ്റ്റ് പോയിന്റ്, എൻ്റെ സ്കില്ല്, എൻ്റെ കഴിവുകൾ എന്താണ് എന്നുള്ളൊരു പോയിന്റ് കിട്ടും. ഏത് ഏരിയയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിവ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സാരി പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരിക്കും, ചെടികൾ വളർത്തുന്നുണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള ഏരിയ ഒരു 3 ഏരിയ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തേത്, സ്കില്ല് മാത്രം പോരാ, അതിൽ നമുക്ക് അറിവും കൂടി വേണം. ഇപ്പോൾ ഞാൻ പടം വരയ്ക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അറിയാതെ വരയ്ക്കുക, അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ടെക്നിക്സും എനിക്കറിയില്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റാക്കി മാറ്റുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്കില്ലും വേണം, ആ സ്കില്ലിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവും വേണം. ഇപ്പോൾ ചെടി വളർത്തുന്ന കാര്യമാണെങ്കിൽ ഓൾറെഡി അറിയാതെ ചെടി നട്ട് കഴിഞ്ഞാൽ വളർന്ന് പോകുന്ന, അങ്ങനെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കുറച്ച് നേരം മുമ്പ് ടി വിയിൽ കൃഷി ദർശൻ കാണാമായിരുന്നേ. അപ്പോൾ എൻ്റെ വൈഫ് അടുത്തിരുന്ന് പറഞ്ഞിട്ടാ, ഈ ചെടിയൊക്കെ എങ്ങനെ വളരുന്നത്, അതൊക്കെ ഒരു കൈപ്പുണ്യാണ്. ഞാനാണെങ്കിൽ ഒരു കമ്പ് നട്ടാൽ പോലും പിടിക്കില്ല. അത് സത്യമാണ്, ചിലരൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതന്നെ. പിടിച്ചു പോകും. പക്ഷെ നേരെ തിരിച്ച് ചിലർ ഇതിനെക്കുറിച്ച് പഠിച്ച്, വളത്തിനെ കുറിച്ച് പഠിച്ച് മൊത്തം സെറ്റ് ചെയ്ത് അങ്ങനെ വളർത്തുന്നവരുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ലോങ് ടൈമിൽ ഒരു വൻ ബിസിനസ് ആക്കി അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ആ വാല്യൂ ട്രാൻസാക്ഷൻ നടക്കുക, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കില്ല്
ആ സ്കില്ലിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അറിവുള്ള സ്കില്ലുകൾ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ സാരി പെയിൻറ്റിങ് ആണെങ്കിൽ അത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷോപ്പിൽ കൊണ്ട് സെല്ല് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സെയിൽസിനുള്ള സ്കില്ല് വേണം, നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. ഇതിൽ നിന്നും ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സാമ്പിൾ ചെയ്ത് നോക്കും, കുറച്ച് വർക്ക്ഷോപ്പുകളോ, ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു സാമ്പിളോ അങ്ങനെ ചെയ്ത് നോക്കി മാർക്കറ്റ് സ്റ്റഡി നടത്തും. മാർക്കറ്റിൽ ഇത് ആവശ്യക്കാരുണ്ടോ എന്ന് നോക്കും. എന്നിട്ടായിരിക്കും നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താണ് മാർക്കറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് പഠിച്ചെന്ന് പറഞ്ഞല്ലോ, AI വന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും ഈ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറയും. അപ്പം ഒന്ന് ആലോചിക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് ഫോട്ടോഷോപ്പ് ഞങ്ങൾക്ക് ഒരു കോഴ്സൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3-4-5 വർഷം കഴിയുമ്പോഴേക്കും പൂട്ടി വീട്ടിലിരിക്കേണ്ട അവസ്ഥയും. അതാണ് മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ആവശ്യക്കാരുണ്ടോ, എത്രത്തോളം ലോങ് ടൈമിൽ ആവശ്യക്കാരുണ്ട് എന്നുള്ള ചോദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫിക്സ് ചെയ്ത് അത് നമുക്ക് ലോങ് ടൈമിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ 1 ഇയറിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 1 ഇയർ എത്തുമ്പോഴേക്കും ആ ഒരു സ്കില്ല് കണ്ടുപിടിച്ച് ഒരു ഫസ്റ്റ് ട്രയൽ റൺ കംപ്ലീറ്റ് ആക്കി നമുക്ക് ഇപ്പോൾ എമൗണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കില്ലാണെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് കുറച്ച് ഇൻകം വരണം. അല്ലെങ്കിൽ ഫെയിം, എക്സിബിഷനുള്ളൊരു ഒരു ഡ്രീം ആണെങ്കിൽ എക്സിബിഷൻ്റെ ഐഡിയ ജനറേറ്റ് ചെയ്ത് എക്സിബിഷനുള്ള സ്റ്റാർട്ടിങ് ചെയ്യണം, അല്ലെങ്കിൽ എക്സിബിഷൻ കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ ബുക്ക് പബ്ലിഷിംഗ് ആണെങ്കിൽ അത് മറ്റാരും ചെയ്യാത്ത രീതിയിൽ ഗ്രാൻഡായിട്ട് ബുക്ക് പബ്ലിഷിംഗ് ഇവൻ്റ് ഒക്കെ നടത്തി ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഞാൻ കുറച്ചധികം നേരം സംസാരിച്ചു. ക്ലാരിറ്റി കിട്ടിയോ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് നോർമലി തന്നെയാണ്. നമ്മൾ പതിയെ പതിയെ അത് ഓരോന്നോരോന്ന് അഴിച്ചെടുക്കും. അതിനാണ് നമ്മുടെ ലീഡർഷിപ്പ് കൗൺസിൽ വരുന്നത്, ഡൈ മെമ്പേഴ്സിനുള്ള ലീഡർഷിപ്പ് കൗൺസിൽ വരുന്നത്. അപ്പോൾ എന്ത് ഐഡിയ വരുമ്പോഴും നമ്മുടെ മീറ്റിംഗ്, ലൈവായിട്ടുള്ള മീറ്റിംഗ് വരുന്ന സമയത്ത് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഐഡിയ വന്നു, ശരിയാവോ, ഇതൊന്ന് ഞാൻ ചെയ്തോട്ടെ. അത് നമുക്ക് വാലിഡേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമല്ലല്ലോ, അഭിലാഷും അഭിരാമിയൊക്കെ ഇല്ലേ. അപ്പോൾ അവരും കൂടി അവരുടെ അഭിപ്രായങ്ങൾ പറയാം. എന്നിട്ട് നമുക്ക് പതിയെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത്തരം പറഞ്ഞ കാര്യം യൂസ്ഫുൾ ആയിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നു. യെസ്. അപ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട, ഒന്ന് ടൈം കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ആർട്ട് വർക്ക് ഒന്ന് റിവ്യൂ ചെയ്യാം കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. യെസ്. എത്ര മാസമായി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്? ഞാൻ സെപ്റ്റംബറിലാണ്. അപ്പോൾ 6-7 മാസം ആവുന്നുള്ളൂ. അന്നൊക്കെ ഇത്തിരി ഉഴപ്പി, കാരണം ഇത് സമയമുണ്ടല്ലോ പതുക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. ഇപ്പൊ ചൂടായത് ഇപ്പോഴാണ്, ഡയമണ്ട് മെമ്പർഷിപ്പ് വന്നിട്ടില്ല. ഏത് ചൂടായതിന്റെ റീസൺ എന്ന് പറയാമോ? എന്ത് ബേസിലാണ്? ഞാൻ ചൂടാക്കിയിട്ടാണോ അതോ? അല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞാല്, നമ്മളിപ്പോ സാറ് പറഞ്ഞോലെ ഈ ഫീസൊക്കെ നല്ല ഫീസൊക്കെ കൊടുത്ത് വാങ്ങി പഠിക്കണം എന്ന് പറഞ്ഞാല് സത്യം അത്. അപ്പോഴെനിക്ക് പൈസയുടെ ഇതിൽ വന്നു, പഠിക്കണം എന്നുള്ള രീതി വന്നിട്ടുണ്ട്. മറ്റേതങ്ങനെ നമ്മൾ ലൈഫ് ടൈം ഇതാണല്ലോ, അങ്ങനെ പതുക്കെ പഠിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ പതുക്കെ നിന്നു. അതായിരിക്കാം. ലൈൻ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈൻ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ലാസ്റ്റിലോട്ട് വന്ന സമയത്ത് ഞാൻ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇനി കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഷെയ്ഡിങ് ആണ്. ഏത് സബ്ജക്റ്റ് വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ലാൻഡ്സ്കേപ്പ് ഇഷ്ടമാണ്. എനിക്ക് പോർട്രേറ്റ് എനിക്ക് ഭയങ്കര, പക്ഷെ എനിക്ക് ഞാൻ വരച്ചിട്ടെ എനിക്ക് മനുഷ്യൻ വരച്ചിട്ടൊന്നും ഫേസ് വരുന്നില്ല. ആ ഫേസ് കട്ട് അതുമല്ല, അതെന്താ ചെയ്യണം എനിക്ക് പിടിയും കിട്ടി. പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ കോഴ്സിലോട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് വരച്ചൊരു ചിത്രം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് മെയിനായിട്ട് വലിയ ഷേപ്പ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈവൻ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ പോലും ചെറിയ ലൈൻസിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഔട്ട്ലൈൻ നീറ്റ് ആക്കാനുണ്ടായിരുന്നു. പക്ഷെ പതിയെ കോഴ്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്യാനും പിന്നെ ടോട്ടലി ഷേപ്പ് കറക്റ്റ് ചെയ്യാനും ഇതൊക്കെ പെർഫെക്റ്റ് ആണ്. ഇതിൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു രീതിയിലോട്ട് വന്നു. പിന്നെ പോർട്രേറ്റിലോട്ട് വരുന്ന സമയത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ പോർട്രേറ്റ് വീണ്ടും കുറച്ചും കൂടി ഷേപ്പുകൾ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അവിടെ ചെറിയ ഷേപ്പ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി ഈ ഒരു പോർട്രേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു മനുഷ്യന്റെ ഫേസ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിന്നും ഇവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾ കൊണ്ടാന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഫേസിന്റെ ടോട്ടൽ സ്ട്രക്ചറും ചെവിയുടെ ഷേപ്പും കണ്ണിന്റെ ഷേപ്പും മൂക്കിന്റെ ഷേപ്പും ഒക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്.
പക്ഷെ ഒരാളുടെ ഫോട്ടോ നോക്കി വരയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്യൂ ഉണ്ടാവുക. അത് അത് വിഷയം സ്വാഭാവികമാണ്. എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ തന്നെയാണ്. അപ്പം അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഷെയ്ഡും പിന്നെ ഒബ്ജക്റ്റുകളുടെ ഷേപ്പും ഫോട്ടോ നോക്കി വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. പോർട്രേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ വീക്കിലി മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ്ങിൽ പോർട്രേറ്റ് എന്ന് ഹെഡിങ് ഉള്ള വീക്കിലി മീറ്റിങ്ങുകൾ റിപ്പീറ്റഡ്ലി എടുത്ത് കാണുക. കുറേ വീക്കിലി മീറ്റിംഗ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡ്രോയിങ്, റിയൽ ഒബ്ജക്റ്റുകൾ നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ആദ്യം ഇതുപോലത്തെ സിമ്പിൾ അതെനിക്ക് ആയിട്ടുള്ള ഭയങ്കര മടിയാ ഒബ്ജക്റ്റുകൾ. ഭയങ്കര മടിയാ അത് എടുത്ത് നോക്കി വരയ്ക്കുന്നതാര് ഭയങ്കര മടിയാ. അത് അ- പറയുമ്പോഴേ അ- അത് ചെയ്താലേ ശരിയാവുന്ന എനിക്കറിയാം. അത് പക്ഷേ അത് ചെയ്യുന്നില്ല ഞാൻ. അതാണായിരിക്കും. അത് ചെയ്തില്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ കുറേ മൂക്ക് അത് നോക്കി ചെയ്യണം. വരയ്ക്കണം, അത് കുറേ അത് കണ്ണു. ചെയ്യാം. അതിനേക്കാൾ എളുപ്പമല്ലേ ഈ ഒരു ഒബ്ജക്റ്റ് നോക്കി വരയ്ക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സിമ്പിൾ ഒബ്ജക്റ്റുകൾ മതി. ഇത് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം ഫ്രണ്ടിൽ ടേബിൾ കൊണ്ടുവന്ന് വയ്ക്കുക, നേരെ നോക്കുക, ഔട്ട്ലൈൻ ഷേപ്പ് തെറ്റാതെ വരയ്ക്കുക. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ സിമ്പിൾ ഒബ്ജക്റ്റ് കറക്റ്റ് ആകുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ മൾട്ടിപ്പിൾ സിമ്പിൾ ഒബ്ജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോംപ്ലക്സ് ആക്കാം. കോംപ്ലക്സ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട്, എൻ്റെ അടുത്തില്ല, കുറച്ച് ഡിഫിക്കൽട്ട് നമ്മുടെ കോഴ്സിൻ്റെ അകത്തില്ലേ ഒരു കീ കീ ഒക്കെ കീസൊക്കെ, ചേർത്ത് കീസുകൾ കുറച്ച് എക്സ്ട്രാ ഷേപ്പുകളും അതൊന്നും ഞാൻ പാറ്റേണും വരയ്ക്കത്തില്ല. കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ വരുന്നുണ്ട്. വരച്ച അതെല്ലാം ഞാൻ അങ്ങ് വിട്ടേക്കുവാൻ. അതൊന്നും ചെയ്തില്ല. പേതലിനും ഇല്ലേ പോയിന് അതൊന്നും ഞാൻ വരയ്ക്കത്തില്ല. അതൊക്കെ അങ്ങ് വിട്ടു. അതാ എനിക്ക് തോന്നുന്നത്. അത് തന്നെ ആ കാര്യം എനിക്ക് തോന്നുന്നു. അതൊക്കെ നമ്മുടെ കോഴ്സ് ആക്ച്വലി ഞാൻ കുറേ റിസർച്ച് ചെയ്ത്, പിന്നെ ഞാനും കുറേ പഠിക്കുന്നുണ്ടെന്നറിയാം. ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസിൽ ഡെവലപ്പ് ചെയ്തൊരു കോഴ്സാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഓർഡറിലാണ്. നമ്മുടെ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഡറാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴത്തോട്ട് ഇറങ്ങേണ്ടി വരും അത് ശരിയാക്കണമെങ്കിൽ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മിസ്സാവാതെ പോകാന്നുള്ളതാണ്. ഇനി മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്. യാതൊരു പ്രശ്നമില്ല, ലൈഫ് ടൈം ആക്സസ് ഉള്ള കോഴ്സാണ്. വീണ്ടും റീലേണിംഗ് വീണ്ടും നമുക്ക് ചെയ്യാം. അത് ഏറ്റവും ബെസ്റ്റാണ്. റീലേണിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട്. എല്ലാം ആദ്യമൊക്കെ പഠിക്കുന്നുണ്ട്. അത് കാരണം ഈ വരത്തില്ലെന്നേ ഉള്ളൂ. വായിക്കുന്നുണ്ട്. എല്ലാം പഠിക്കുക നോക്കുന്നുണ്ട്. വരയ്ക്കാൻ ചില സമയത്തൊക്കെ പഠിക്കുന്നുണ്ട്. അതിന് ഞാൻ അങ്ങനെ സൊല്യൂഷൻ പറഞ്ഞുതരാം. എനിക്ക് ആ ഇഷ്യൂ ഉണ്ട് ഇടയ്ക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾക്കും ടൈം മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ അടുത്ത് ഞാൻ കുറച്ച് വാട്ടർ കളർ, ഇവിടെ പേപ്പറും ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, പെയിൻ്റ് വാട്ടർ കളർ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ടൈം മാറ്റി വയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല, ഒരിക്കലും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഒരു വാട്ടർ കളർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി വാട്ടർ കളറിൽ എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് വെറുതെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ തന്നെ വയ്ക്കും. ആർക്ക് അയച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊന്നുമല്ല, സ്വന്തമായിട്ട് എടുത്ത ചലഞ്ചാണ്. പക്ഷേ ആ ചലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ടൈം സ്ലോട്ട് ക്രിയേറ്റ് ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇത്തിരി ഹാർഡ് വേയിലാണ് ചെയ്യുന്നത്. അത്രയും ഹാർഡ് ആക്കണമെന്നില്ല. ഞാൻ എണീക്കണേക്കാളും 1 മണിക്കൂർ മുമ്പ് നേരത്തെ എണീക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ സെയിം പോലെ തന്നെ. അപ്പം എനിക്ക് നോർമൽ ജോലി നടക്കും, എക്സ്ട്രാ ഒരു ടൈം ഇവിടെയും കിട്ടും. അതല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി ഗ്യാപ്പുള്ള ടൈം എടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ സ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ചലഞ്ച് സെറ്റ് ചെയ്ത്, അത് ഇത്തിരി ലോങ് ടൈമിലുള്ള ചലഞ്ച് ആയിരിക്കണം. ഇതിൽ ഡെയിലി ഇത് ഫോളോ അപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യാം. ഇത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ PPP ചലഞ്ച് ചെയ്ത പോലെ തന്നെ 21 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം മിസ്സാക്കി കഴിഞ്ഞാൽ വീണ്ടും ഡേ 1 മുതൽ എണ്ണി തുടങ്ങേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ചലഞ്ച്. അപ്പം അങ്ങനെ ചലഞ്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മിസ്സാവാതെ ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ട് വാട്ടർ കളർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്ലാൻ ഉണ്ട് വാട്ടർ കളറിൽ. അപ്പോൾ പ്രാക്ടീസിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ ഇട്ട് ബേസിക് ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തും ബേസിക് വാഷേഴ്സും ഒക്കെ നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പേപ്പറിലേക്ക് വരില്ല. ഇപ്പോൾ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ആൻഡ് ഇത് ചലഞ്ചാണ്. അപ്പോൾ കറക്റ്റ് ടൈം സ്ലോട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ടാസ്കുകൾ എഴുതാവുന്നൊരു കാര്യം കൂടിയുണ്ട്. ഒരു ബുക്ക് എഴുതി തലേദിവസം രാത്രി അടുത്ത ദിവസം ചെയ്യുന്ന ടാസ്ക് എഴുതുക. അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആക്കണമെങ്കിൽ ഒരു മെത്തേഡ് 3 ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ബുക്ക് എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ഉണ്ട്. ബുക്കിൽ എഴുതിയാൽ നോക്കി കഴിഞ്ഞാൽ ഉം, ഇതുപോലെ റേറ്റ് അത് എല്ലാ ദിവസവും എഴുതണം. എന്നിട്ട് ആ റെഡ് കളറിൽ എഴുതിയ 3 ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആദ്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇങ്ങനൊരു ഡ്രോയിങ് ചലഞ്ചിനുള്ള ടാസ്ക് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് ആ ദിവസം ആദ്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കും. അത് ചെയ്യാതെ ഉറക്കം വരരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരും. റെഫറൻസ് അതിനെങ്ങനെ പിക്ചർ അങ്ങനെ കിട്ടുന്നത്? റെഫറൻസ് പിക്ചറൊക്കെ
ഇത് ഇവിടുന്ന് ഇപ്പൊ എടുക്കുമോ? ഇപ്പൊ ഇപ്പൊ റിയൽ ഒബ്ജക്റ്റുകൾ കൂടുതൽ നോക്കി വരയ്ക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. റെഫറൻസ് പിക്ചർ ഞാൻ കാണിച്ചു തരാം. പിൻട്രസ്റ്റ് എടുക്കാറില്ലേ? അത് എടുത്തേക്കില്ല, ഞാനതൊന്നും ഞാൻ എടുക്കാറില്ല. പറഞ്ഞുതരാം. pinterest.com ഇത് നമ്മുടെ റെക്കോർഡിംഗിലുണ്ട്. പിൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റെഫറൻസ് പിക്ചർ എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു ഹെഡിങ്ങിലുണ്ടാവും. പ്രാവശ്യം എടുത്തു ഞാൻ. Pinterest ഒക്കെ എടുത്തു ഞാൻ ഒരു പ്രാവശ്യം. ഇത് നമുക്ക് മൊബൈൽ ആപ്പും കിട്ടും. പിൻട്രസ്റ്റ് PINTE ഒരു മിനിറ്റ് കേട്ടോ, TEREST pinterest.com. ഇപ്പോൾ ഇവിടെ സെർച്ച് ബാർ ഉണ്ടാവും. നോർമൽ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്യുന്ന പോലെ ഇഷ്ടമുള്ള, അപ്പോൾ പോർട്രേറ്റ് എന്നാണെങ്കിൽ പോർട്രേറ്റ് ഡ്രോയിങ് എന്ന് സെർച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ എല്ലാ കാറ്റഗറിയുള്ള ബുദ്ധിമുട്ടുള്ളതും എളുപ്പമുള്ളതും ഫോട്ടോ റിയലിസ്റ്റിക്കും അബ്സ്ട്രാക്റ്റും എല്ലാ സബ്ജക്റ്റുകളും വരും. അപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സ്റ്റേജിൽ ഷേപ്പ് കറക്റ്റ് അല്ല എങ്കിൽ ഷേപ്പുകൾ മാത്രമുള്ള പോർട്രേറ്റ് എടുക്കുക. ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത്, ആ സ്റ്റേജസ് അറിയാമല്ലോ നമ്മുടെ ആ ഒരു ലേണിങ്ങിൻ്റെ. ഷെയ്ഡിങ്ങിൻ്റെ സ്റ്റേജ് ആണെങ്കിൽ ഷെയ്ഡിങ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ഇനി പ്രോപ്പർ റിയലിസ്റ്റിക് ഷെയ്ഡിങ്ങിൻ്റെ സ്റ്റേജിലാണ് അസിസ്റ്റഡ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ചിത്രങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്തരത്തിൽ ഇത് നോർമലി വരയ്ക്കുന്ന ടൈമിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ നിൽക്കരുത്. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് അതാ. വരയ്ക്കണം തോന്നുമ്പോൾ പിൻട്രസ്റ്റ് പോയി നോക്കും. അപ്പോൾ ഒരിക്കലും വര നടക്കില്ല. ഇത് നേരത്തെ ചെയ്ത് വയ്ക്കണം. ഇത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ നോക്കുന്ന പോലെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നല്ലൊരു ചിത്രം കാണുന്ന സമയത്ത് ഇവിടെ കണ്ടോ 3 ഡോട്ട് ഐക്കണുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് ഉണ്ടാവും. അതെങ്ങോട്ട് പോകും? ഡൗൺലോഡ് നമ്മൾ എവിടോട്ടാ ചെല്ലുന്നത്? ലാപ്ടോപ്പിലാണെങ്കിൽ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ഉണ്ട് ലാപ്പിൽ, അപ്പോൾ ഡൗൺലോഡ് പോകും. മൊബൈലാണെങ്കിൽ ഗാലറിയിൽ കിട്ടും. ഇതിനകത്ത് ഡൗൺലോഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് കൗൺസിൽ ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇന്ന് നൈറ്റ് ഇപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഓരോന്നോരോന്ന് ഇഷ്ടമുള്ളൊരു 10-25 പിക്ചർ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാനും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ലൈൻ ഡ്രോയിങ്ങിൻ്റെ കുറേ റീൽസ് ഒക്കെ ചെയ്തിട്ടില്ലേ, അപ്പം ഞാനും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ചിത്രമൊക്കെ നോക്കും. ഇഷ്ടപ്പെട്ടതിനെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. വരയ്ക്കുന്ന ടൈമിൽ അപ്പോൾ തന്നെ സ്വൈപ്പ് ചെയ്ത് നല്ലൊരു ചിത്രം കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ വരയ്ക്കായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ പിൻട്രസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒബ്ജക്ട് ഡ്രോയിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. വേറെ എന്തെങ്കിലും ഡൗട്ട്? പെണ്ണുകൊണ്ട് വരയ്ക്കുന്ന ഡ്രോയിങ് ഇതൊക്കെ വാങ്ങിച്ചത് വെച്ചിട്ടുണ്ടല്ലോ. .6 എന്ന് പറഞ്ഞൊക്കെ നമ്പറൊക്കെ ഉണ്ട്. .3 അത് ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് ഡിഫറെൻറ്റ് സൈസ് ടിപ്പ്, പെന്നിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, അത് ഡിഫറെൻറ്റ് സൈസിലുള്ള പെന്ന് കിട്ടും. ആ സൈസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 0.6, 0.9 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പോയിന്റ് പറഞ്ഞതനുസരിച്ചിട്ട് സൈസിലും ഡിഫറൻസ് വരും. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഡ്രോയിങ്ങിൽ തിന്നായിട്ടുള്ള ലൈൻസ് വരുന്ന ഏരിയാസ് അത് ചെറിയ ടിപ്പുള്ള പെൻ ഉപയോഗിച്ച് വരയ്ക്കുക. കട്ടിയുള്ള ഔട്ട്ലൈൻ വരുന്ന ഏരിയാസ് കട്ടിയുള്ള ടിപ്പുള്ള പെൻ ഉപയോഗിച്ച് വരയ്ക്കുക. ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു ചിത്രം നോക്കിയേ. ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈൻസ് എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിലല്ല വരച്ചിരിക്കുന്നത്. കണ്ടോ? ചെറിയൊരു കാർട്ടൂൺ ചിത്രമാണ്, പക്ഷെ ടോട്ടൽ ഔട്ട്ലൈൻ മാത്രം അവർ നല്ല കട്ടിയിൽ വരച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളിലത്തെ ഫെദേഴ്സും കാര്യങ്ങളൊക്കെ ചെറിയ തിന്നായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോൾ നോർമലി വരയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്നും കുറെ കൂടി ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതല്ലായിരിക്കും. ഇത് കണ്ടോ? ഇതെല്ലാം ഒരേ കട്ടിലല്ല വരച്ചേ. പക്ഷേ മറ്റേ മെത്തഡിൽ വരയ്ക്കുകയാണെങ്കിൽ കുറെ കൂടി നല്ല റിസൾട്ട് ഉണ്ടാവും. അതാണ് പെൻ ആർട്ട്. പെന്ന് ആർട്ട് തന്നെ ഡിഫറെന്റ് രീതിയിൽ സ്ക്രിബിളിംഗ് ഒക്കെ ചെയ്യുന്ന അഭിലാഷൊക്കെ വരയ്ക്കുന്നുണ്ടോ? എനിക്കത് അങ്ങനെ വരയ്ക്കണമെന്നൊക്കെ തോന്നുന്നു. നല്ല രസമായിട്ട്. അപ്പൊ അതും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ റെഫറൻസ് എടുത്ത് വരച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് അവരവിടെ ഡാർക്ക് ആക്കി ഔട്ട്ലൈൻ ചെയ്ത്, എന്തുകൊണ്ട് ഇവിടെ ലൈറ്റ് ആക്കി ഔട്ട്ലൈൻ ചെയ്ത്, ആ റീസണും കൂടി ആലോചിച്ച് വരയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. എല്ലാ ചിത്രത്തിലും അതുപോലെ ഉണ്ടാവില്ല കേട്ടോ ഡിഫറൻസ് ലൈൻസ്. കുറേയൊക്കെ ഒരേ കട്ടിയുള്ള ലൈൻസ് ആയിരിക്കും. പക്ഷെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ലൈൻ ഡിഫറൻസ് ഉള്ള ചിത്രങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാൻ വെച്ചിരുന്നോ? പെൻസിലൊക്കെ ചോദിച്ചില്ല. കാണാമോ? ഓക്കെ ഓക്കെ. ആമസോണിൽ നിന്ന് നെറ്റിൽ നിന്നാണോ വാങ്ങിച്ചത്? ആമസോൺ അല്ല, ഞാൻ അവിടുന്ന് മോന്റെ അടുത്ത് പോയപ്പോഴേ മേരീസ് എന്നൊരു പേര്. ചാർക്കോള് ഹാർഡ് എന്റെ ഒക്കെ ഉണ്ട് ഇത്തിരി.
അതിലേതെങ്കിലും ടൂള് ഡൗട്ട് ഉണ്ടോ? ഏ ഏതെങ്കിലും അതുപോലെ ടൂള് ഡൗട്ട് ഉണ്ടോ? ഗ്രാഫൈറ്റും ചാർക്കോളിനുള്ള വ്യത്യാസമേ ന്യൂട്രൽ. ചാർക്കോൾ ഒന്ന് വരച്ചു നോക്കുന്ന സമയത്ത് ചാർക്കോൾ കുറെ കൂടി ഡാർക്ക് ആയിരിക്കും കളറിൽ. ചാർക്കോൾ എന്ന് വെച്ചാൽ കരിയാണ്, കരി. അപ്പോൾ പെട്ടെന്ന് ചാർക്കോളാണ്. പൊടിഞ്ഞു പോവും, കുറെ 3 കൂടി ടൈപ്പ് ഉണ്ട് ഡാർക്ക് അതിന്റെ. കളറായിരിക്കും. അതെ അതെ. അതിൽ സോഫ്റ്റ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും ഡാർക്ക് ഉള്ളത്. പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. പേര് പറയുന്ന പോലെ സോഫ്റ്റ് ആയിരിക്കും. ഹാർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കട്ടിയുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, പക്ഷേ ലൈറ്റ് ആയിരിക്കും. സോഫ്റ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും. മീഡിയം അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ 3 ഷെയ്ഡാണ് ചാർക്കോൾ അതിൻ്റെ അകത്തുള്ളത്. ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബോണോ 0 ഇതെല്ലാം ചെയ്യാൻ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ബേസിക്കിൽ ഇഷ്ടം. നിന്ന് കൺഫ്യൂഷൻ ആക്കണ്ട, ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഷേപ്പ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഷെയ്ഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഞാനതാ വിചാരിച്ച ഷേപ്പ് ഒക്കെ മീൻസ് ഷെയ്ഡിങ് എനിക്ക് ശരിയാക്കണം. അതെ അതെ. പിന്നെ അതൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്, എനിക്കറിയാം. അതൊക്കെ ശരിയാക്കി വരുമ്പോഴേ അതിലൊക്കെ ഒത്തിരി പുറകോട്ടായിപ്പോയി. എനിക്ക് മനസ്സിലായത് കാര്യം എന്താന്ന് മനസ്സിലായി. ഷെയ്ഡിങ്ങും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടൈം ഉണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ സൈഡും ബാലൻസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പല ബാക്കോട്ട് പോകും. അത് പരിപാടികളുണ്ട്. സ്വാഭാവികമാണ്. കാരണം എല്ലാവരും ഒന്നും വിടാൻ പറ്റത്തില്ല. അതെ അതെ അതെ. അങ്ങനെയിരിക്കുമ്പോഴത്തേക്ക് അതും ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ആകെപ്പാടെ എനിക്ക് ഒരു ഇതാ. നമ്മൾ കുഴപ്പമില്ല. റിലാക്സ് ആയാൽ മതി. നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ സമയമില്ലാത്ത. നമ്മൾ റിലാക്സ് ചെയ്യുക, ഇടയ്ക്ക് നല്ല പാട്ടുകൾ കേൾക്കുക, ഒന്ന് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ് ആവും. അപ്പോൾ ഓരോന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. കുറേ ജോലി ഉണ്ട് എന്ന് വിചാരിച്ച് സ്ട്രെസ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ജോലി നടക്കൂല. അത് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാടാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ഡെയിലി എൻ്റെ ടാസ്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പേജ് മൊത്തം ടാസ്ക് ഉണ്ടാക്കി ചിലപ്പോൾ ഒരു ദിവസം ചെയ്യാനായിട്ട്. പക്ഷേ അത് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൈൻഡ് റിലാക്സ് ആക്കി ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ കേട്ട്, ഞാൻ കുളിക്കാൻ പോകുമ്പോൾ സ്ഥിരം പാട്ട് വരും. പാട്ടൊക്കെ കേട്ട് ഓരോ ടാസ്കുകൾ സമയം കിട്ടുന്നതനുസരിച്ച് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അങ്ങനെ പരിപാടി. പിന്നെ വീക്കിലി മീറ്റിംഗ് എങ്ങനെ യൂസ്ഫുൾ ആകുന്നുണ്ട്? നമ്മുടെ സൺഡേ വരുന്ന കഴിഞ്ഞ കുറേ സൺഡേസ് ആയിട്ട് നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ഷെയ്ഡിങ്ങിൻ്റെ ടോപ്പിക്കൊക്കെ സംസാരിച്ചായിരുന്നു. വീക്കിലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? അതിൻ്റെ അകത്ത് യൂസ്ഫുൾ ആകുന്നുണ്ടോ? കൊണ്ടുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലതാ. അത് ഒന്നുകൂടെ ഒരു ഡ്രോയിങ് അതുകൂടെ വേണം, വരച്ചെന്ന്. അപ്പൊ ഇടയ്ക്ക് അതുകൂടെ വേണം. അത് ചെയ്യാം, മനസ്സിലായത് അത് സെറ്റ് നമുക്ക് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യണം. വരയ്ക്കുമ്പോഴേ അത് ഒത്തിരി ഒരു ഇൻട്രസ്റ്റ് ആകുമ്പോഴത്തേക്ക്. അതിലൊരു പ്രശ്നം, കുറേ വരയ്ക്കുന്നതിൻ്റെ ലൈവ് മാത്രം ആക്കി കഴിഞ്ഞാൽ ആരും റെക്കോർഡ്, നമ്മൾ ശരിക്കും നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റെക്കോർഡ് കോഴ്സാണ്. അതാണ് 100% നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. അപ്പം അതിൽ നിന്ന് ഫോക്കസ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് ഞാൻ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് ചാടും. കാരണം അത് ടഫാണ്. റെക്കോർഡർ കോഴ്സ് കാണാന്ന് പറയുന്ന കാര്യം ഈസി അല്ല. അത് ടൈം ടേബിളൊക്കെ വെച്ച് അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂസും, ഇപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്ത് കുറേ പേര് റെക്കോർഡർ ക്ലാസ് കാണാൻ പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീക്ക്ലി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി ഇടയ്ക്കൊരു പ്രാക്ടീസിൻ്റെ പോലെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ സെഷൻസ് ഉൾപ്പെടുത്താം. എന്തായാലും ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എപ്പോഴും ഇടയ്ക്ക്. തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം. യെസ്. പിന്നെ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യും മുമ്പ് മാമിനെ പോലെ ഒരുപാട് പേര് നമ്മുടെ ഓൾറെഡി ക്ലാസ്സിലുണ്ട്. ഒരുപാട് പേര് പുറത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. പക്ഷേ അഡ്മിഷൻ എടുക്കാതെ എന്തൊക്കെ കാരണം കൊണ്ട് അഡ്മിഷൻ എടുക്കാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ആസ് എ സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നതിന് ശേഷം ഉണ്ടായ എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ അടുത്ത് എന്താ ഓപ്പൺ ആയിട്ട് പറഞ്ഞോ? ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. നമ്മുടെ ക്ലാസ്സിൽ വന്ന പൈസ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഫീസ് നഷ്ടമാവോ? ഈ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ? കൈ വിറയലുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുമോ? കണ്ണ് ശരിക്കും പിടിക്കില്ല, എനിക്കത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡെയിലി വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അവരുടെ അടുത്ത്, അങ്ങനെയുള്ളവരുടെ അടുത്ത് ആർട്ട് പഠിക്കാൻ പറ്റുമോ? ഒന്ന് 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 അതിനൊരു ആൻസർ കൊടുക്കാമോ? ഈ പ്രായത്തിൽ ആർട്ട് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതിനൊരു പ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ നോക്കിയെടുത്തോളം എല്ലാവർക്കും പ്രായ വ്യത്യാസമല്ലേ, എല്ലാവർക്കും പിള്ളേർ മുതൽ പ്രായമാകുക ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ. കാരണം ഇതിൽ നിന്ന് ഒരുപാട് നമ്മളൊരു പ്രാർത്ഥന പോലാണിത്. കാരണം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഡ്രോയിങ്ങില് ഒത്തിരി കോൺസെൻട്രേഷൻ കിട്ടാനും നമുക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണിത്. അപ്പൊ ഏത് പ്രായത്തിലുള്ളവർക്കും മീൻസ് 70 വയസ്സായാലും എനിക്ക് 71 വയസ്സുണ്ട്. എനിക്കിപ്പം ഇതിൽ വരയ്ക്കാൻ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസം എനിക്കുണ്ട്, ഒരുപാട്. കാരണം ഇനിയിപ്പോ എനിക്ക് കുറച്ച് നാളങ്ങ് ജീവിക്കണം എന്നാഗ്രഹം, മരിച്ചു പോരുന്നൊരാഗ്രഹം. ഇനി ഇത്തിരി കൂടെയൊക്കെ പഠിക്കണം. എനിക്കറിയാം കണ്ണ് കാണുന്നില്ല, കണ്ണ് വളരെ പ്രയാസപ്പെട്ട് ചിലപ്പോൾ നോക്കിയൊക്കെ ചെയ്യുന്നു. എൻ്റെ
പിന്നെ 2 മാസത്തിന് പോയി കണ്ണാടിയൊക്കെ മാറി. ഇപ്പോഴും ആര് പറഞ്ഞു എനിക്ക് 80 വയസ്സുണ്ട് ആൾക്കാരുടെ ആ കാഴ്ചശക്തി എന്ന് പറഞ്ഞു. ഇത്രയായെന്ന് പറഞ്ഞു. അതായിരിക്കും. പക്ഷെ അതൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴും ഒരു ഒരു എത്ര 25 വയസ്സുള്ള പ്രായം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോഴും. ആ ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കുറച്ചുകൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളതായ സ്റ്റാൻഡ് എടുക്കുക. കാരണം നമുക്ക് പ്രായത്തെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കഴിവുകൾ, നമ്മളിലുള്ള കഴിവുകൾ നമുക്ക് ഏത് ഏത് സ്ഥിതിയിലായാലും നമുക്കത് പുറത്തെടുത്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. എനിക്ക് ജീവിതം കുറച്ചൊക്കെ ഉള്ളല്ലോ, കുറച്ചു കാലമൊക്കെ ഉള്ളല്ലോ. ആ സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള ഡ്രോയിങ്, നമ്മുടെ കലാപരമായി നമുക്ക് ഏതിലാണ് താല്പര്യം എന്നുള്ളത് അത് ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കുക. യെസ്. അതാണ് എനിക്ക് അപ്പോൾ പറയാനുള്ളത്. ഇതേപോലെ ഒരുപാട് പേരെ ഇപ്പോൾ ഓൾറെഡി ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് ഇൻസ്പയർഡ് ആവും. ഇതേപോലെ മാമിനും നേരിട്ട് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കട്ടെ, ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് നിന്ന് നമുക്ക് കുറെക്കൂടി വാല്യൂ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും കുറെക്കൂടി എന്താ ഒരു അർത്ഥം കിട്ടും, നമ്മുടെ ലൈഫിന് നമ്മൾ ജീവിക്കുന്നതിനും അർത്ഥം കിട്ടും. അപ്പോൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു 1-to-1 ആയിരുന്നു. ഓൾറെഡി മാം എനിക്ക് എൻ്റെ ഫാമിലി മെമ്പർ പോലെയാണ്. നമുക്ക് ഓൾറെഡി വീക്കിലി 2 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് കാരണം. അപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ ഓക്കെ. യെസ്. ഗോപികയൊക്കെ സുഖമായിരിക്കുന്നേ? ഗോപികയും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും, അച്ഛനും അമ്മയും എല്ലാവരും അന്വേഷിക്കുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു. യെസ് തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. അവിടെയും എല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞോളൂ. എല്ലാം ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.